ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഷിർദി സായി ശരീരത്യാഗം. അമൃത് വർഷിച്ചുകൊണ്ട് 83 വർഷം. 1835 സെപ്റ്റംബർ 28 മുതൽ 1918 ഒക്ടോബർ 15 വരെ അവിടുന്ന് ഈശ്വര മഹിമ ലോകത്തിന് സമ്മാനിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ ജീവശ്വാസമായി സായിബാബയെ കണ്ടവർ അവിടുത്തെ ശരീരത്യാഗശേഷം വല്ലാതായി. മഹാപ്രഭുവിനോടൊപ്പം കഴിയാൻ ഭാഗ്യം കിട്ടിയിട്ടും തങ്ങൾ ആ അവസരം പാഴാക്കിയല്ലോ എന്നവർ നെഞ്ചിരിപ്പോടെ ഓർമ്മിച്ചു. ഇനി ആ കാരുണ്യനിധിയെ കാണാനോ അമൃതസമമായ ആ വാക്കുകൾ കേൾക്കാനോ സാധ്യമല്ല. പക്ഷേ അവിടുന്ന് ആടിയ ലീലകളെക്കുറിച്ച് കേൾക്കാം, സ്മരിക്കാം, ഏറ്റുപറയാം. അത്രയും മതി മനം തെളിഞ്ഞ് ഹൃദയം സായി പാദപത്മത്തിലെത്താനും ആനന്ദം നുകരാനും സംസാരത്തിൻ്റെ കരാളഗ്രാസത്തിൽ നിന്നും വിടുതൽ നേടാനും അത് മതി. സായീശ്വരന്റെ മഹാസമാധിക്ക് മുമ്പ്, അതായത് 32 വർഷം മുമ്പ് ഒരിക്കൽ അവിടുന്ന് ശരീരം ത്യജിക്കാൻ ഒരുമ്പെട്ടതാണ്. പക്ഷേ മാലസപതിയുടെ കഠിന തപസ് അതിനെ തടഞ്ഞു. ആ സംഭവം ഇങ്ങനെയായിരുന്നു. മാർഗശീർഷ മാസത്തിലെ വെളുത്ത പക്ഷം, പൗർണമി നാൾ. അന്ന് ഏതോ ഭക്തന്റെ രോഗമേറ്റെടുത്ത് ബാബ കടുത്ത ആസ്മയാൽ വളരെ അസ്വസ്ഥനായി. അതികഠിനമായ രോഗപീഠ മൂലം അവിടുന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അതായത് നിർവികൽപ്പ സമാധിയിൽ പ്രവേശിക്കാൻ നിശ്ചയിച്ചു. ബാബ മാലസമിതിയോട് പറഞ്ഞു, ഞാൻ പോകുന്നു. ഈ ശരീരം 3 ദിവസം സൂക്ഷിക്കുക. എന്നെ ഉണർത്താൻ ശ്രമിക്കണ്ട. ഞാൻ മടങ്ങി വന്നാൽ എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ അവിടെ സഭാമണ്ഡപത്തിന്റെ മൂല ചൂണ്ടിക്കാണിച്ച് എന്നെ സമാധിയിരുത്തുക. അടയാളത്തിനായി ആ സ്ഥലത്ത് 2 കൊടിക്കൂറകൾ സ്ഥാപിക്കൂ. ബാബ ഇത്രയും നിർദ്ദേശങ്ങൾ നൽകി. രാത്രിയായി. നാഴികമണി 10 അടിച്ചു. ബാബ ശരീരം വിട്ടു. ആ നിമിഷം ശരീരം നിശ്ചലമായി. മാലസപതി അവിടുത്തെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. തെല്ലും ശ്വാസമില്ല. നാഡീസ്പന്ദനം അളക്കാനാവാതായി. ശരീരത്തിൽ നിന്നും ജീവൻ പോയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. വിവരമറിഞ്ഞ് ജനങ്ങൾ ഒഴുകിയെത്തി. അവർ ആകെ ദുഃഖാകുലരായി. മാലസപതി സായിനാഥന്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. അദ്ദേഹം ബാബയുടെ ശിരസ് മടിയിൽ നിന്ന് താഴെ വെച്ചില്ല. ഗ്രാമം മുഴുവനും മസ്ജിദിലേക്ക് ഒഴുകി. ആ അവസ്ഥ അവർ കണ്ടു. കണ്ണീരൊഴുക്കി. പ്രാർത്ഥനയോടെ നിമിഷങ്ങൾ തള്ളി നീക്കി. മണിക്കൂറുകൾ കഴിഞ്ഞതോടെ ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായം രൂപപ്പെട്ടു. ബാബ തങ്ങളെ വഞ്ചിച്ചു. താൻ ശരീരം വിടുന്ന വാർത്ത ഷിർദിക്ക് താങ്ങാൻ കഴിയില്ലാത്തതുകൊണ്ട് ബാബ ഇങ്ങനെ ഒരു നാടകമാടിയതാണ്. ആ ആഘാതത്തിന്റെ ശക്തി കുറയ്ക്കാനായിട്ടാണ് 3 ദിവസം കാത്തിരിക്കൂ എന്നരുളിയത്. 2 ദിവസം കടന്നുപോയി. മൗലവി, ഫക്കീർ മുള്ള തുടങ്ങിയവർ ശരീരം എന്തു ചെയ്യണമെന്ന ചർച്ചയായി. അപ്പാ കുൽക്കർണിയും കാശിറാമും ബാബ സ്വധാമത്തിലേക്ക് മടങ്ങി എന്ന് കരുതി. ചിലർ ശരീരം എങ്ങനെ സംസ്കരിക്കണമെന്ന ആലോചനയിലുമായി. ഒരു വിഭാഗം ജനങ്ങൾ പക്ഷേ ശക്തിയായി എതിർത്തു. ക്ഷമയോടെ കാത്തിരിക്കൂ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ നമുക്ക് 3 ദിവസം മുഴുവനും കാത്തിരിക്കാം. ആ തിരുനാവിൽ നിന്ന് ഇതേവരെ പാഴ്വാക്കുകൾ ഉയർന്നിട്ടില്ലല്ലോ. തണുത്തു മരവിച്ച ഈ ശരീരത്തിലേക്ക് ഇനി എങ്ങനെ ജീവൻ തിരിച്ചെത്തും? നമ്മൾ ഇത്ര വിഡ്ഢികളാകാമോ? എന്നൊക്കെയായി എതിർപക്ഷത്തിന്റെ ന്യായവാദങ്ങൾ. മാലസപതിയാകട്ടെ സായിദേവന്റെ ശിരസ്സും മടിയിൽ വെച്ച് വല്ലാത്ത ഭാവത്തിൽ പ്രാർത്ഥനയുമായി ആ കാത്തിരിപ്പ് തുടർന്നു. മാലസപതിയെ നേരിടാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് പലരും അടങ്ങി നിന്നു. 3 ദിവസം കഴിഞ്ഞു. പുലർച്ചെ 3 മണി. ബാബയുടെ ഉദരത്തിനടിഭാഗം മെല്ലെ സ്പന്ദിക്കുന്ന പോലെ മാലസപതിക്ക് തോന്നി. ക്രമേണ ആ മിടിപ്പ് വർദ്ധിച്ചു. ശരീരത്തിൽ ജീവൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. മരവിച്ച ശരീരം മെല്ലെ മെല്ലെ ചൂടുപിടിച്ചു. ശരീരം ചലിച്ചു. നിറം വന്നു. ഉണർവ് പ്രത്യക്ഷമായി തുടങ്ങി. സായീശ്വരൻ മെല്ലെ ബാഹ്യബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഭക്തജനങ്ങൾ വലിയൊരു ദുരന്തം ഒഴിവായ ആശ്വാസത്തിലായിരുന്നു. മാലസപതി അത്യാദരവോടെ, അത്യാഹ്ലാദത്തോടെ ബാബയുടെ മുഖകമലങ്ങളിൽ കണ്ണുനട്ടിരുന്നു. സായി മെല്ലെ തലകുലുക്കി മന്ദഹസിച്ചു. അവിടുന്ന് മരിച്ചു എന്ന് കരുതി സമീപം നിന്നിരുന്ന മൗലവിയുടെയും ഫക്കീറിൻ്റെയും മുഖം വിളറി. ഒന്ന് ആലോചിച്ചു നോക്കൂ. മാലസപതിയുടെ ദൃഢനിശ്ചയം ഇളകിയിരുന്നെങ്കിൽ, ഫക്കീറിൻ്റെയും മൗലവിയുടെയും വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ, ഹാവൂ, എത്ര ഭയങ്കരമാകുമായിരുന്നു ആ അവസ്ഥ.
1916 അവിടുന്ന് ശരീരത്യാഗത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകി. പക്ഷേ ആർക്കും അത് വേണ്ട വിധം അന്ന് ഗ്രഹിക്കാനായില്ല. അന്ന് പതിവ് യാത്ര കഴിഞ്ഞ് അവിടുന്ന് മടങ്ങിയെത്തി. വിജയദശമി നാളിൽ ഗ്രാമാതിർത്തി കടക്കുക, സീമാലംഘൻ എന്നൊരു ചടങ്ങുണ്ട്. സായീശ്വരൻ അപ്പോൾ വളരെ കോപിഷ്ഠനായി കാണപ്പെട്ടു. മേഘതുല്യം അവിടുന്ന് ഗർജിച്ചു. ബാബ അഗ്നിസമം ജ്വലിച്ചു. മുന്നിൽ ധുനി ആളിക്കത്തുന്നുണ്ട്. ബാബ പെട്ടെന്ന് തലയിൽ കെട്ടിയിരുന്ന തുണിയെടുത്ത് അഗ്നിയിലെറിഞ്ഞു. പിന്നീട് അങ്കിയും കൗബീനവും ഊരി അഗ്നിയിലിട്ടു. ഉരിച്ചെറിഞ്ഞ വസ്ത്രമെല്ലാം ആളിക്കത്തി. ആ ജ്വാലയിൽ അതിനേക്കാൾ ജ്വലിച്ചു നിന്നിരുന്നു അവിടുത്തെ മിഴികൾ. ബാബയിൽ പൊടുന്നനെയുണ്ടായ ഭാവമാറ്റം എന്തെന്ന് ആർക്കും മനസ്സിലായില്ല. ഇത്തരം ഒരു തീവ്രഭാവത്തിൽ ബാബയെ ആരും ഇതേവരെ കണ്ടിട്ടുമില്ല. ആളിപ്പടർന്ന അഗ്നിയുടെ സമീപം അതിലേറെ ജ്വലിച്ച് ശോഭിച്ച് ബാബ നിലകൊണ്ടു. മുഖം തേജോപൂരം, മിഴികൾ അഗ്നിസമം. ഭക്തന്മാർക്ക് ആ രൂപത്തെ നോക്കാൻ പോലും വിഷമമായിരുന്നു. പൂർണ്ണ നഗ്നനായി അങ്ങനെ നിന്നുകൊണ്ട് അവിടുന്ന് രോഷത്തോടെ ചോദിച്ചു കൊണ്ടിരുന്നു, വരിൻ, നോക്കിൻ, ഞാൻ ഹിന്ദുവോ മുസ്ലിമോ? ബാബ വീണ്ടും ഗർജിച്ചു, വരൂ, വ്യക്തമായി കാണിൻ, എന്നിട്ട് തീരുമാനിക്കിൻ ഞാൻ ആരെന്ന്. എല്ലാവരും വരിൻ, സംശയം തീർക്കിൻ. കാലാഗ്നി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ബാബയെ കണ്ട് ഭക്തന്മാർ ഭയന്നു വിറച്ചു. ഇതാണ് എൻ്റെ സീമാലംഘനം, അവിടുന്ന് ഗർജിച്ചു. കൂപ്പുകൈയോടെ പലരും പ്രാർത്ഥന തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതിനിടയിൽ പരമഭക്തനും കുഷ്ഠരോഗിയുമായ ഭാഗോജി ഷിൻഡെ അവിടുത്തെ സമീപിക്കുകയും കൗബീനം ഒരുവിധം ധരിപ്പിക്കുകയും ചെയ്തു. മറ്റാർക്കും ബാബയോട് അടുക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പതിവ് ചടങ്ങുകൾ എങ്ങനെ നിർവഹിക്കാനാകുമെന്ന ഉത്കണ്ഠയിലായിരുന്നു ഭക്തന്മാർ. 9 മണിക്ക് ചടങ്ങുകൾ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ സമയം 10 കഴിഞ്ഞിരിക്കുന്നു. ബാബ ഇനിയും ശാന്തനായിട്ടില്ല. ഭക്തന്മാർ തിരുനാമജപത്താൽ അവിടുത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. അവിടുത്തെ ക്രോധം തെല്ലി ശമിച്ചു. 11 മണിയായി. ഭക്തന്മാർ സായീശ്വരനെ കഫ്നി ധരിപ്പിച്ചു. അതോടെ ചാവടി അനുഷ്ഠാനങ്ങൾക്കുള്ള മണി മുഴങ്ങി. പൂക്കളാൽ അലങ്കൃതമായ പല്ലക്ക് അവിടുത്തെ അനുവാദത്തോടെ മുറ്റത്ത് കൊണ്ടുവന്നു. രാജാധിരാജനെ, ലോകചക്രവർത്തിയെ, സായിനാഥനെ സംഗീതത്തിൻ്റെയും നാമജപത്തിൻ്റെയും അകമ്പടിയോടെ ഭക്തന്മാർ ചാവടിയിലേക്ക് ആനയിച്ചു. ഈ സംഭവം ഒരു സൂചനയായിരുന്നു. ദസറ വേളയിൽ താൻ സീമ ലംഘിക്കുമെന്ന, ശരീരം ത്യജിക്കുമെന്ന സൂചന. അടുത്ത ദസറയ്ക്ക് തന്നെ അവിടുന്ന് തൻ്റെ ദിവ്യമായ ഭൗതിക ശരീരം ഭൂമിദേവിക്ക് സമ്മാനിക്കുകയും ചെയ്തു. വിജയദശമി തന്നെയാണ് തൻ്റെ മഹാസമാധി എന്നതിന് അവിടുന്ന് മറ്റൊരു സൂചന കൂടി നൽകിയിരുന്നു. ഒരിക്കൽ രാമചന്ദ്ര പട്ടേലിന് രോഗം പിടിപെട്ടു. ഗുരുതരമായ അവസ്ഥയിലായി അദ്ദേഹം. മരുന്നുകളൊന്നും ഫലിച്ചില്ല. കടുത്ത വേദനയും ക്ലേശവും രോഗിയുടെ മനോധൈര്യം കെടുത്തി. നിറമിഴികളോടെ സായി തൃപ്പാദങ്ങൾ മനസ്സിലുറപ്പിച്ച് അദ്ദേഹം മരിക്കാനായി ഒരുങ്ങി. അർദ്ധരാത്രിയിൽ സായി രോഗിയുടെ കിടക്കക്കരിയിൽ ആവിർഭവിച്ചു. രോഗി തൃപ്പാദത്തിൽ മുറുകെ പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ബാബ, എനിക്ക് മടുത്തു, ഇനി വയ്യ, ഞാൻ മരണം കാത്തു കിടക്കുകയാണ്. ഞാൻ എപ്പോൾ മരിക്കുമെന്ന് അരുളണേ കൃപാനിധേ. കൃപാനിധിയായ ബാബ ആശ്വാസത്തിൻ്റെ അമൃതധാര പകർന്നുകൊണ്ട് അരുളി, ഭയമരുത്, ഞാനില്ലേ. നിന്റെ മരണം ഞാൻ പിൻവലിച്ചു കഴിഞ്ഞു. വെറുതെ പരിഭ്രമിക്കേണ്ടതില്ല. ഇനി നിനക്ക് വേഗം സുഖപ്പെടും. പക്ഷേ എനിക്ക് താത്തിയെക്കുറിച്ചാണ് വിഷമം. ദക്ഷിണായനത്തിൽ അശ്വിനി മാസത്തിലെ വിജയദശമി ദിവസം അവന് ശരീരം നഷ്ടപ്പെടും. ഇക്കാര്യം പുറത്തു പറയരുത്, പ്രത്യേകിച്ച് താത്തിയോട്. അവൻ ഭയക്കും. ആരാണ് മരണത്തെ ആഗ്രഹിക്കുക? താമസിയാതെ രാമചന്ദ്രദാദ രോഗവിമുക്തനായി. പക്ഷെ അദ്ദേഹം ദുഃഖിതനായിരുന്നു. താത്തയുടെ കാര്യമോർത്ത് മനം വിങ്ങി. ആരോടും പറയാൻ പോലും വയ്യല്ലോ. അതല്ലേ സായി കൽപ്പന. ഒരിക്കൽ തയ്യൽക്കാരനായ ബാലാഷിംബിനോട് ഇക്കാര്യം സൂചിപ്പിച്ചു, മറ്റാരോടും പറയരുതെന്ന വാഗ്ദാനത്തോട്. 1918 സെപ്റ്റംബർ 25-ന് ബാബയ്ക്ക് ചെറിയൊരു പനിയുണ്ടായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നീട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതോടെ ശാരീരികമായി ക്ഷീണം വർദ്ധിച്ചിരുന്നു. ശരീരത്യാഗത്തിൻ്റെ 11 ദിവസം മുമ്പ് ബാബ രാമവിജയം വായിച്ചു കേൾപ്പിക്കാൻ വാസിയെ ഏർപ്പെടുത്തി. വാസി വായന തുടങ്ങി. ബാബ സശ്രദ്ധം കേട്ടു. ഒരാവർത്തി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും വായിക്കാൻ ആവശ്യപ്പെട്ടു. വാസി 3 ദിവസം രാപകൽ വായന തുടർന്നു. അതോടെ വായനക്കാരൻ അത്യന്തം ക്ഷീണിതനുമായി. ബാബ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പറഞ്ഞയച്ചു. അതോടെ അവിടുന്ന് ആത്മതത്വത്തിൽ തന്നെ നിലകൊണ്ട് ശാന്തനും സ്വസ്ഥനും ആനന്ദവാനുമായി നിലകൊണ്ടു. സായിശ്വരൻ എന്തിന് ഇതൊക്കെ വായിച്ചു കേൾക്കണം? അവതാരം വരുന്നത് വെറുതെ ഉപദേശിക്കാനല്ല, ആചരിച്ച് കാണിച്ച് ഉപദേശിക്കാനാണ്. ഉടുപ്പ് ഊരിക്കളയുന്ന ലാഘവത്തോടെ അവർക്ക് ഈ ശരീരം ഊരിയിട്ടിട്ട് പോകാനാകും. പക്ഷേ അവർ അങ്ങനെ ചെയ്യില്ല. തങ്ങളുടെ ജീവിതം കൊണ്ടവർ ലോകത്തിനു മുന്നിൽ ഒരു മാതൃക കാണിക്കും. കൃപാലുവായ സായിനാഥൻ എന്നിട്ടും ഭക്തന്മാരോട് അരുളി,
ഞാൻ 8 വയസ്സുള്ള കുട്ടിയായി ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും. അവിടുത്തെ വാക്കുകൾ ഒരിക്കലും പാഴാകില്ല. സത്യസ്വരൂപന്റെ നാവിൽ നിന്നും സത്യമേ വീഴൂ. വിജയദശമി ദിനം ബാബ അരുളിയ പോലെ താത്യ രോഗബാധിതനായി. അദ്ദേഹത്തിന് പനി കടുത്തു. അപ്പോഴും താത്തയുടെ മനം സായി കമലചരണങ്ങളിൽ തന്നെയായിരുന്നു. രോഗം നിയന്ത്രണ വിധേയമായില്ല. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ പോലും ആവാത്ത അവസ്ഥ. ബാബയുടെ പ്രവചനം ഫലിക്കുമെന്ന് തീർച്ചയായി. ദശമിയായി. താത്തയുടെ ശരീരചലനം നിശ്ചലമായി. നാഡീസ്പന്ദനം അതീവ ദുർബലം. മരണനേരം അടുക്കാറായി. പിന്നീട് സംഭവിച്ചതെല്ലാം വിസ്മയകരമായിരുന്നു. ദയാവതാരമായ പ്രേമസ്വരൂപൻ സ്വഭക്തനായി മരണം സ്വയം ഏറ്റെടുത്തു. അതോടെ താത്തയുടെ വിധി മാറ്റിയെഴുതപ്പെട്ടു. പകരം ബാബ തൻ്റെ ഭൗതിക ശരീരം ത്യജിച്ചു. താത്തയുടെ പേര് പറഞ്ഞ് തൻ്റെ വിധി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയും വെളിപ്പെടുത്തുകയുമായിരുന്നു അന്ന്. എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്? അതിനുള്ള ഉത്തരം അവിടുത്തെ ദിവ്യേച്ഛ എന്നതല്ലാതെ യാതൊന്നുമല്ല. തുടർച്ചയായ പനിയായിട്ടായിരുന്നു ബാബയ്ക്ക് ശരീരക്ലേശം ആരംഭിച്ചത്. ചിലപ്പോൾ അവിടുന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്തു. പകൽ 10 മണിയാകാറായി. ബാബ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. എല്ലാവർക്കും സന്തോഷമായി. ഭക്തജനങ്ങളിൽ പ്രതീക്ഷയുണർന്നു. ഇതാ ബാബ പൂർവാവസ്ഥയിലാകുന്നു. എല്ലാവരും ചിന്തിച്ചത് ഇങ്ങനെ. പക്ഷേ സംഭവിച്ചത് മറിച്ചു. ബാബയുടെ ശരീരത്യാഗത്തിനുള്ള സമയം ആസന്നമായി. അവിടുന്ന് കഫനിയുടെ കീശയിൽ നിന്നും കുറച്ച് പണമെടുത്തു. അതിനുശേഷം തന്നെ ശ്രദ്ധാഭക്തിയോടെ സേവിച്ചു കൊണ്ടിരുന്ന ധർമ്മിഷ്ഠയായ ലക്ഷ്മിബായി ഷിൻഡേക്ക് അത് പ്രേമപൂർവ്വം നൽകി. ആദ്യം 5 രൂപ നൽകി, പിന്നീട് 4 രൂപയും. നവവിധ ഭക്തിമാർഗങ്ങളെ സൂചിപ്പിക്കാനായിരുന്നുവോ 9 രൂപ കൊടുത്തത്? ലക്ഷ്മി ദേവി ആ സമ്മാനത്തിന് തികച്ചും അർഹതയുള്ളവളാണ്. ബാബയെ ലക്ഷ്മി പരിചരിക്കുന്ന വിധം ആർക്കും വർണ്ണിക്കാനാവില്ല. അത്ര ഭക്തിയും പ്രേമവുമായിരുന്നു അവരിൽ നിറഞ്ഞിരുന്നത്. 1918 വിജയദശമി നാളിൽ അവിടുന്ന് ഏവരെയും ദുഃഖത്തിലാഴ്ത്തി മഹാസമാധിയിൽ പ്രവേശിച്ചു. ഓം തത്സത്ത്.